ഉദ്യോഗസ്ഥൊന്നും ഇല്ലല്ലോ പുഷ്പ. ഈ വീടിന്റെ ഉടമസ്ഥ ഒരു പോലീസുകാരനാണ് ചേച്ചി. അവന്റെ കൂട്ടുകാരനും കൂടെയാണ്. എങ്കിലയാൾ ജോലിക്ക് പോയി കാണൂല്ലേ? വീട് കാണാൻ വന്നവരല്ലേ? എന്നാ ഇങ്ങോട്ട് പോരെ. ഇത് സ്റ്റോറ്, ഇത് കിച്ചൺ, ഈ വർക്ക് ഏരിയ, അതാണ്ട് അത് ബാത്റൂം, ഇത് തുണി കഴുകാനൊക്കെ ഉള്ള സെറ്റപ്പാണ്. അത് ബാക്കിൽ സ്റ്റോറ്, ഇത്രയും സ്പേസ് ഉണ്ട്. ഇത് നമ്മുടെ സുന്ദർജിയുടെ മകളായ കവിതയുടെ അമ്മായിയമ്മ ഗോമതി. അതെ, ഇത് അനുജത്തി ജയ. അതെ. ഈ ചേച്ചിക്കല്ലേ ഈയിടെ 1 കോടിയുടെ ലോട്ടറി അടിച്ചിരുന്നത്? വാർത്തയിലൊക്കെ കണ്ടിരുന്നു. ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. റോഡ് സൈഡിലുള്ള വീടായതുകൊണ്ട് വില അല്പം കൂടും. ഞാൻ ഏതായാലും നെറ്റോ സാറിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. പിന്നെ വിളിക്കാം. മോളെന്നെ കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോകാൻ വന്നതായിരിക്കും. അച്ഛൻ അമ്മ എന്നെ വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. നിന്റെ മുഖം എന്താടി വല്ലാതിരിക്കുന്നത്? വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അച്ഛൻ അറിയാന്നുള്ളതല്ലേ? അതെങ്ങനെ വല്ലപ്പോഴും വീട്ടിലോട്ട് വരണം. എന്തൊരു വെയില്, നീ അങ്ങോട്ട് വാ. അച്ഛൻ ആ സിനിമാക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തിരുന്ന 1 ലക്ഷം രൂപയുടെ കാര്യം എന്തായി? അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലില്ലേ ഞാൻ. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അമ്മയുടെ മാനസിക നില നേരെയാവണമെങ്കിൽ അച്ഛൻ ആ ക്യാഷ് കൊണ്ടുവന്നേ പറ്റുള്ളൂ. മോളൊന്ന് സമാധാനിക്ക്, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ പെരുവഴിയിലാവും. ആന്റി, ആന്റിമാർക്ക് എന്നെ മനസ്സിലായോ? ഞാൻ പുഷ്പന്റെ മോളാ, മേഘ. അറിയാം, മനസ്സിലായി. അച്ഛന്റെ കാര്യമൊക്കെ എനിക്കറിയാമല്ലോ. എന്ത് ചെയ്യാൻ ആന്റി, അച്ഛൻ്റെ ഈ സ്വഭാവം കാരണം അമ്മയ്ക്ക് ഇപ്പൊ ഡിപ്രഷനാ. ഒരൊറ്റ മോളുള്ളതിന് സ്വർണ്ണം എടുക്കാൻ വെച്ചിരുന്ന കാശല്ലേ അയാൾ കൊണ്ടുപോയി തുളച്ചി കളഞ്ഞത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആന്റി, പോയത് പോയില്ലേ. ചേച്ചി ചേച്ചി, അതാരാ വരുന്നേ നോക്കിക്കേ. ആരടി ചെയ്യത്? നമ്മുടെ സുന്ദരൻ ചേട്ടൻ്റെ അനിയൻ. ഓ, ഏതായാലും വീട് ചിറ്റപ്പം കണ്ണാര്. എങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് സഹായം പ്രതീക്ഷിച്ച് വരുന്നതായിരിക്കും. ഇപ്പോൾ കോടീശ്വരിയായ ജയച്ചേച്ചോട് ചോദിച്ചാൽ എനിക്കും കുറച്ച് സാമ്പത്തിക സഹായം കിട്ടുമായിരിക്കും അല്ലേ? അതെന്താ ഏറ്റപ്പം, നിങ്ങൾക്ക് പെമ്പിള്ളാരൊന്നും കെട്ടിക്കാനില്ലല്ലോ. അതല്ലടാ, വീടിൻ്റെ മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ടാ. ശ്രമിച്ചു നോക്ക്. ഞാനും കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ എത്തുന്നതിന് മുമ്പ് മറ്റേ മാലയുടെ പ്രശ്നം പരിഹരിക്കണമല്ലോ അല്ലേ? ചിറ്റപ്പൻ എന്തൊക്കെ ന്യായീകരിച്ചാലും മാലക്കള്ളൻ എന്നുള്ള അച്ഛൻ്റെ പേരുദോഷം മാറാനൊന്നും പോകുന്നില്ലല്ലോ. എടാ, കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ആ ഹിന്ദിക്കാരുടെ കഴുത്തേന്ന് ചേട്ടൻ ആ മാല ഊരിമേടിക്കാതിരുന്നതാ. ആ മാല അന്ന് തന്നെ നിൻ്റെ വീട്ടിലെ അലമാരിക്കകത്ത് കൊണ്ടുവയ്ക്കാൻ തീരുമാനിച്ചിരുന്നതാ. പറഞ്ഞിട്ട് എന്നാ കാര്യം? ആ പെണ്ണുപിള്ള മാല അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അച്ഛന് എൻ്റെയും കുടുംബക്കാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചിറ്റപ്പാ, ഇത് നമ്മുടെ പുഷ്പൻ്റെ മോള് മേഘയാ. കുട്ടിയുടെ അച്ഛൻ കഴിഞ്ഞ മാസം എന്നോട് കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു. അതെത്ര? കൂടുതലൊന്നുമില്ലെന്നേ, ഒരു 10,000 രൂപ. എന്തൊരു നാണക്കെടാ നോക്കി. അത് കറക്റ്റാ. അയക്ക് ഈ നാട് നീളെ നടന്ന് കണ്ടവരോടൊക്കെ സാമ്പത്തികം അഡ്ജസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? കലാകാരനായ അച്ഛൻ്റെ മോള് നല്ലൊരു ആർട്ടിസ്റ്റാണല്ലേ? കലോത്സവ വേദികളിലെല്ലാം എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ എൻ്റെ പെങ്ങൾ കവിത അഭിനയിക്കാൻ പോയ പടത്തിൽ നമുക്ക് ഇതിനെ കൂടെ കെട്ടിവിടാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കൊച്ചിനെ പോലെ സിനിമയിൽ എടുക്കും. ആന്റിമാര്, ഞാനിനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അച്ഛനെ ഇവിടെ എവിടെയും കാണാനുമില്ല. ആ പൈസയുടെ കാര്യം അയാൾ ഉടനെ ശരിയാക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അച്ഛാ, എനിക്ക് ഇതുപോലത്തെ ഒരു ബൈക്ക് വാങ്ങി തരുമോ? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടോ? ഓ, ശരി തന്നെ. ബൈക്കാക്കുന്ന എന്തിനാടാ? വേണമെന്ന് വെച്ചാൽ എങ്ങനെ നിനക്കൊരു ഓടി കാർ തന്നെ വാങ്ങി തരൂല്ലേ? ഇല്ല, എന്തായാലും ഞങ്ങൾ അച്ഛനെ കൊണ്ടേ പോകുന്നു. മനുഷ്യ, ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോവാ. അവിടെ എന്തോ പരിപാടി?
ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡബ്ബിംഗ് ഉണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ തന്നെ കണ്ടേക്കണം. മോനെ വാടാ. പിന്നെ ജേ, എൻ്റെ ഈ അളിയൻ്റെ കൂടെയാണ് അന്ന് ഹിന്ദിക്കാർ ഒളിച്ചോടിയത്. മേഡത്തിന്റെ ചേച്ചിയുടെ മരുമകൾ അഭിനയിക്കാൻ പോയ സിനിമാ കമ്പനിയുടെ ടയറാണ് ഞാൻ. അങ്ങനാണല്ലോ അവിടെ അക്കൗണ്ടന്റ് ആയിരുന്ന വസന്തി അളിയനായിട്ട് പരിചയത്തിലാവുന്നത്. അങ്ങനാണല്ലോ എൻ്റെ ചേച്ചിയുടെ 3.5 പവൻ്റെ മാലയും കൊണ്ട് അവൾ കടന്നു കളഞ്ഞത്. ജേ, അന്ന് നോക്കിയിരുന്ന പോലീസുകാരൻ്റെ വീട് വില കൂടുതലായി. അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല പുഷ്പ. എന്തായാലും ഇത് ഈ വസ്തു ഒന്ന് കിട്ടിയത് നന്നായി. അതൊരു ദൈവാധീനം. ആഹാ, അച്ഛന് പറ്റിയ പണി തന്നെ കിട്ടിയല്ലോ. അല്ലെങ്കിൽ നിങ്ങളെ കടമൊന്ന് വീട്ടണമല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഈ ജന്മം മൊത്തം നിങ്ങൾ ചുമ്പാ പണി തന്നെ എടുക്കേണ്ടി വരും. അപ്പോഴേ നിങ്ങളുടെ പ്ലാൻ എന്തുവാ? ഇവക്കാണെങ്കിൽ ഓരോ കല്യാണ ആലോചനയും വരുന്നുണ്ട്. അത് ഇന്നും നാളെയൊന്നും ഇല്ലല്ലോ. അതില്ല, പക്ഷേ സ്വർണ്ണവിലയുടെ കയറ്റമൊക്കെ അറിയാമല്ലോ അല്ലേ? സമാധാനപ്പെടുക, എല്ലാം ശരിയാക്കാം. അമ്മ, അച്ഛൻ നൈസായിട്ട് മുങ്ങിയല്ലോ. അമ്മ എനിക്ക് വിശക്കുന്നു, എല്ലാം കഴിക്കാന്താ. സന്തോഷ വാർത്തയുണ്ട്. എന്താ? മുടങ്ങിക്കിടന്ന ആന്തോളജി പടത്തിന് പുതിയൊരു പ്രൊഡ്യൂസർ കിട്ടിയിട്ടുണ്ട്. സക്രിയ സാറിപ്പം വിളിച്ചിരുന്നു. എങ്കിൽ പിന്നെ ഞങ്ങളെ കൂടെ ആ സിനിമയിൽ എടുക്കാൻ വെച്ചാ. പടത്തിന്റെ വർക്കും കഴിഞ്ഞ് ഞാനൊരു വരവ് വരും. കേട്ടോടി ഭാര്യയെ. അതൊരു 1.5 വരവാണെങ്കിലൊക്കെ. രമേശൻ, അത് എന്നോട് വല്ല സഹായം ചോദിക്കാനാണോ? അതൊന്നുമല്ല. ഗോമതി ചേച്ചിയുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള. അളിയ ഡോക്ടറോ വല്ലോ ആണോ? അതൊന്നുമല്ല, ടാക്സി ഡ്രൈവർ. ബിസ്ക്കറ്റും താമസിച്ചോളിയാ. എന്നാ പിന്നെ ആട്ട പിടിച്ച് വരണ്ടേ? അതിന്റെ കൂലി അളിയാൻ കൊടുക്കുമോ?